സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണം നൽകാം. എങ്ങനെ സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി തൃശൂരിൽ പിടിയിൽ. പത്തനംതിട്ട സ്വദേശി ഷാജിയാണ് പിടിയിലായത്. ജ്വല്ലറി ഉടമകൾ നിയാൾ തട്ടിയത് ലക്ഷങ്ങളാണ്. ശ്രീയുമായി വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, എന്തുതരം തട്ടിപ്പ്, പലതരം തട്ടിപ്പ് കേട്ടിട്ടുണ്ട് സ്വർണ്ണവുമായി ബന്ധപ്പെട്ട്. ഇത് ഖനിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുതരാം എന്ന് പറഞ്ഞ തട്ടിപ്പ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ തട്ടിപ്പിലും പോയി വീഴാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? അതെ, ജ്വല്ലറി ഉടമകളാണ് ഇത്തരത്തിൽ ആ തട്ടിപ്പിൽ വീണിരിക്കുന്നത്. ഹാഷ്മി, ആ കാണുന്ന സ്വർണ്ണക്കട്ടിയൊന്നും യഥാർത്ഥ സ്വർണ്ണക്കട്ടിയല്ല. അതെല്ലാം തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. മനസ്സിലാകുമെന്നാണ് വിദഗ്ധരായ സ്വർണ്ണപ്പണിക്കാരെല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ തട്ടിപ്പിൽ നിരവധി ആളുകൾ വീണിട്ടുണ്ട്, ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട് ഈ ജ്വല്ലറി ഉടമകളിൽ നിന്നാണ് പറയുന്നത്. ഇയാൾ സമാനമായ രീതിയിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ ഈ ഗണപതിയുടെ വിഗ്രഹം, സ്വർണ്ണ വിഗ്രഹം തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്, അത് കാണിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലും പ്രതിയാണെന്നാണ് പറയുന്നത്. ഷാജി എന്തായാലും പോലീസ് അതിവിദഗ്ധമായാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളിൽ നിന്ന് ഇതുപോലെ കുറേ വ്യാജ സ്വർണ്ണം, മുക്കുപണ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് കുറേ വ്യാജ സ്വർണം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കൊടുങ്ങല്ലൂർ പോലീസിന്റെ വലയിലാണ് ഈ പ്രതി ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നടപടികൾ, കൂടുതൽ തട്ടിപ്പിനിരയായവരുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി റിമാൻഡിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.